പഞ്ചായത്ത് പ്രസിഡന്റ് അരവിന്ദൻ കൂടെ ചേരുന്നുണ്ട്. ശ്രീ അരവിന്ദൻ, താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിൽ നിന്നും ഞെട്ടിക്കുന്ന ഒരു വാർത്ത തന്നെയാണ് പുറത്തു വരുന്നത്. ഡോക്ടറെ ആക്രമിച്ചിരിക്കുകയാണ്. അതും മസ്തിഷ്ക ജ്വരം ബാധിച്ച് മരിച്ച കുട്ടിയുടെ പിതാവാണ് വന്നിരിക്കുന്നത്. നീതി ലഭിച്ചില്ല എന്ന് പറഞ്ഞു തന്നെയാണ് ആക്രമണം. അവർക്ക് ആ നീതി നിഷേധിക്കപ്പെട്ടു. അതിൻ്റെ ഒരു പ്രതികാര നടപടി തന്നെയായിരിക്കാം ആ ഒരു പിതാവ് അവിടെ ചെയ്തത്. എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്? ഒരിക്കലും അത് അംഗീകരിക്കാൻ പറ്റില്ല. ആ വാദം, നിങ്ങൾ പറഞ്ഞിരിക്കുന്ന ആ വാദം ഒരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല. ഹോസ്പിറ്റലിലെ ഒരു രോഗിയെ, ഒരു കുട്ടിയെ കൊണ്ടുവന്നു എന്നുള്ളത് സത്യം. അത് ഡോക്ടർമാരാണ് ആ രോഗത്തെ നിർണയിക്കേണ്ടത്. അവിടെ ആ സമയത്ത് ഉണ്ടായിരുന്ന ഡോക്ടർമാർ ആ സമയത്ത് അക്യുറേറ്റ് ആയിട്ട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. ഞാൻ അവിടെ ആ സംഭവം ഉണ്ടായോ അതിനുശേഷവും ഞാൻ അവിടെ പഠിച്ചില്ല. അപ്പൊ എന്താ സംഭവം എന്ന് ചോദിച്ചാൽ, ഇത് അന്ന് ഉണ്ടായിരുന്ന ഒരു ഡോക്ടർ വന്ന് ആക്രമിക്കാന്ന് പറഞ്ഞാൽ ഒരിക്കലും നീതീകരിക്കാൻ കഴിയുന്നതല്ല. കാരണം അവിടെ അന്നുണ്ടായിരുന്ന ഈ കുട്ടിയുടെ പിതാവ്, ഇപ്പൊ നിങ്ങളെ ന്യൂസ് ചാനൽ, ഏതോ ന്യൂസ് ചാനലിലൊക്കെ പറയുന്നുണ്ട് ആ വെപ്രാളം കൊണ്ടാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്തത്. ഒരിക്കലും അല്ല, ശരിയല്ല. കാരണം രണ്ട് വകുപ്പുകൾ, ഒന്ന് താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിലെ ആളുകൾ ഇവര് കുളിച്ച കുളത്തിലെയും ജലത്തിലെയും ഒക്കെ തന്നെ എടുത്തിട്ടുണ്ട്. അതിന്റെ റിപ്പോർട്ടുകൾ മെഡിക്കൽ കോളേജിൽ നിന്ന് വന്ന് ആ സ്പെഷ്യൽ ടീം വന്ന് എടുത്ത റിപ്പോർട്ടുണ്ട്. ആ റിപ്പോർട്ടിന്റെ ഒക്കെ അടിസ്ഥാനത്തിൽ ഒരിക്കലും ആ കുട്ടിക്ക് വന്ന ആ കുട്ടിയുടെ ബാക്കിയുള്ള രണ്ട് കുട്ടികൾക്കും വന്നിട്ടുണ്ട്. അവർക്ക് മെഡിക്കൽ കോളേജിൽ നിന്ന് മതിയായ ട്രീറ്റ്മെന്റ് കിട്ടി. ഈ കുട്ടിയെ എത്തിക്കാൻ വൈകിപ്പോയി എന്നല്ല, ഒരിക്കലും രോഗത്തിനെ നിർണ്ണയിക്കാൻ ഒരു ഡോക്ടർക്കും പെട്ടെന്ന് സാധിക്കില്ലല്ലോ. അവിടെ ടെസ്റ്റ് ചെയ്ത് ആ ടെസ്റ്റിന്റെ അടിസ്ഥാനത്തിലാണ്, താമരശ്ശേരി താലൂക്ക് ആശുപത്രി ടെസ്റ്റ് ചെയ്യുന്നതിന്റെ അടിസ്ഥാനത്തിലാണ് മെഡിക്കൽ കോളേജ് റെഫർ ചെയ്തത്. ആ കുട്ടി മരിച്ചു എന്നുള്ളത് സത്യം, അത് വേദനാജനകമാണ്. പക്ഷേ അതിന്റെ പേരിൽ ഒരു പിതാവ് വന്നിട്ട് എനിക്ക് നീതി ലഭിച്ചില്ല എന്ന് പറയുന്നത് ഒരിക്കലും ശരിയല്ല. താങ്കൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ഡോക്ടർമാരെ ആർക്കും അധികാരങ്ങളും അല്ലെങ്കിൽ ഇങ്ങനത്തെ കയ്യാങ്കളി ചെയ്യാനെന്നുള്ള ഒരു അനുവാദമോ അതൊക്കെ ശിക്ഷ അർഹിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. പക്ഷേ കുഞ്ഞിന്റെ മരണകാരണം എന്താണെന്ന് ആശുപത്രി അധികൃതർ ഇതുവരെ അറിയിച്ചിട്ടില്ല എന്ന് കുടുംബവും സനൂപും കുടുംബവും ആരോപിക്കുന്നു. സനൂപും കുടുംബവും മാത്രം പറഞ്ഞാൽ പോലല്ലോ. ഞാൻ അവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റാ. ഞാൻ ആ നിലയ്ക്ക് അവിടെ നടത്തിയ ക്ലാസ്സുകളുണ്ട്. അവിടെ പൊതുജനങ്ങളെ വിളിച്ചു വരുത്തിയ ക്ലാസ്സുകൾ, അവരോട് വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് എങ്ങനെയാണ് ഇത് രോഗം വന്നിരിക്കുന്നത് എന്ന് നിഷ്പക്ഷമായി ഈ മെഡിക്കൽ ടെസ്റ്റിലൂടെ അറിയുന്ന കാര്യങ്ങൾ ചെയ്യും എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് അവിടെയുള്ള ജനങ്ങൾക്കറിയാവുന്ന ഈ ഒരു കുടുംബം മാത്രമല്ലല്ലോ, ആ വാർഡിലെ 400 ചില്ലാനം കുടുംബങ്ങളുണ്ട്. 75ഓളം 80ഓളം ആളുകൾ കുടിക്കുന്ന കുടിവെള്ള പദ്ധതി അവിടെയുണ്ട്. ഈ കുളം എന്ന് പറഞ്ഞൂടാ, ഒരു കുണ്ടിൽ, ഞങ്ങളുടെ നാട്ടിൽ കുണ്ടെന്നാ പറയാ, ഒരു മണ്ണെടുത്ത സ്ഥലത്ത് ഉണ്ടായ ആ ഒരു കുളിച്ച കുട്ടികൾ വേറെയുണ്ട്. അവർക്ക് ആർക്കും വന്നിട്ടില്ല ഈ രോഗം. മറ്റേ രണ്ട് കുട്ടികൾക്ക് വന്നിട്ടുണ്ട്. അവർക്ക് മെഡിക്കൽ കോളേജിൽ നിന്ന് ഈ കുട്ടി മരിച്ചതിന്റെ അടിസ്ഥാനത്തിൽ പെട്ടെന്ന് അവരെ അങ്ങോട്ട് റെഫർ ചെയ്തുകൊണ്ട് എന്ത് വന്നു? ഈ പറയുന്ന ആരോഗ്യ വകുപ്പ് മരണ സർട്ടിഫിക്കറ്റ് കൊടുത്തു എന്നാണോ താങ്കൾ പറയുന്നത്? താമരശ്ശേരി ഗവൺമെന്റ് ആശുപത്രി മരിച്ചെങ്കിൽ അപ്ഡേറ്റ് ആയിട്ട് ഡെത്ത് സർട്ടിഫിക്കറ്റ് കൊടുക്കും. ശരി, അപ്പോൾ അതിൽ മരണകാരണം എന്താണ് പറയുന്നത്? മരണകാരണം ഞാൻ ആ ഡെത്ത് സർട്ടിഫിക്കറ്റ് കണ്ടിട്ടില്ല, എനിക്ക് പറയാൻ പറ്റില്ല. പിന്നെ എങ്ങനെയാണ് താങ്കൾ വിലയിരുത്തുക അതിനെ? ഞാൻ വിലയിരുത്തുന്നത് അവിടെ എനിക്ക് കിട്ടിയ ഇൻഫർമേഷൻ പ്രകാരം ഈ കുട്ടിക്ക് അമീബിക ജ്വരം വന്നിട്ടുണ്ടെന്ന, മസ്തിഷ്ക ജ്വരം വന്നിട്ടുണ്ടെന്നാ കിട്ടുന്നത്. അതിന്റെ പേരിലാണ് ഇത്. അത് നിങ്ങൾക്കും അറിയാലോ, ആ മസ്തിഷ്ക ജ്വരം വന്നാൽ എത്ര മണിക്കൂർ ഒരു മനുഷ്യൻ ജീവിക്കും എന്നുള്ള അറിയാലോ. തിരിച്ചു വരുന്ന വ്യക്തികളുമുണ്ട്. വ്യക്തികളുണ്ട്. ഞാൻ ഈ അമീബ ജ്വരം എന്ന് പറയുന്നത് ഈ വെള്ളത്തിലൂടെ വരുന്നതാ. എന്റെ മലപ്പുറം ജില്ലയിൽ 3 മാസമായ ഒരു കുട്ടിക്ക് അമീബ ജ്വരം, അത് കുളത്ത് പോയി നീട്ടില്ലല്ലോ. ആണോ? ഇതിന്റെയൊക്കെ ഉറവിടം കണ്ടെത്തുന്നുണ്ട് ആരോഗ്യ വകുപ്പാണ്. കൃത്യമായ നടപടി ആരോഗ്യ വകുപ്പ് ഉറവിടം കണ്ടെത്തുന്നേ. ഗ്രാമപഞ്ചായത്ത് ജൂൺ മാസത്തിൽ എല്ലാ വാർഡിലെയും കിണറുകളും കുളങ്ങളും ഇതുപോലുള്ള ജലാശയങ്ങൾ ശുദ്ധീകരിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് വാർഡ് തലത്തിൽ കമ്മിറ്റികൾ കൂടി ജാഗ്രതാ സമിതികൾ ഉണ്ടാക്കിയിട്ടുണ്ട്.
പറഞ്ഞോളൂ. ആ ഈ മസ്തിഷ്ക ജ്വരം എന്ന് പറയുന്ന രോഗം വന്നിട്ടുണ്ടെങ്കിൽ പിന്നീട് ആ വാർഡിലോ വേറൊരാൾക്ക് പോലും വന്നിട്ടില്ല. എന്തുകൊണ്ട്? നിങ്ങൾക്ക് എനിക്കോ രോഗം വരാം, ഹാർട്ട് അറ്റാക്ക് വരാം. അതുകൊണ്ട് അടുത്ത വീട്ടുകാരുടെ പറയുന്നത് ശരിയാണോ? പക്ഷേ ഇത് കണക്കുകളിലൊക്കെ രേഖപ്പെടുത്തുന്നതാണ്. ഈ വർഷം അമീബിക് മസ്തിഷ്കം ജ്വരം ബാധിച്ച് 97 പേർക്ക് ഈ വർഷം രോഗം സ്ഥിരീകരിച്ചെന്ന് കേരള ആരോഗ്യ വകുപ്പ് തന്നെ പറയുന്നുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ മലബാർ മേഖലയിൽ തന്നെയാണ്. ഞാനൊരു വകുപ്പിനെ കുറ്റം പറയാൻ എന്നോട് ചോദിക്കുന്നത്, ഞാൻ ഇങ്ങനെ കുറ്റം പറഞ്ഞതാ. കുറ്റം പറയാനല്ല, നമുക്ക് ഇവിടെ നടന്ന ഒരു കാര്യത്തിനെ കുറിച്ചാണ് അറിയേണ്ടത് അരവിന്ദൻ. അല്ല, ഇവിടെ നടന്ന എന്റെ വാർഡിലെ പഞ്ചായത്തിലെ 3-ാം വാർഡിൽ നടന്ന സംഭവം ഞാൻ പറയുന്നേ. ആ വന്നപ്പം അവർക്ക് വേണ്ടതായ എല്ലാ സൗകര്യവും ഗ്രാമപഞ്ചായത്തും ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ്, താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിലെ ഡോക്ടർമാരും അവരുടെ ബാക്കിയുള്ള HIമാരും ബാക്കിയുള്ള ആളുകളുടെ സേവനം അവിടെ ലഭ്യമായിട്ടുണ്ട്. മറ്റൊരാൾക്ക് വരാതിരിക്കാനുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. പിന്നീട് ഈ പിതാവ് ഇങ്ങനെ വയലന്റ് ആകുക, ഡോക്ടർമാരെ പോയി വെട്ടാനും കൊല്ലാനും പോവുക എന്ന് പറയുന്നത് ഒരിക്കലും ന്യായീകരിക്കാൻ കഴിയില്ല. ഇല്ല, തീർച്ചയായും അത് ന്യായീകരിക്കാൻ പറ്റില്ല. പക്ഷെ അങ്ങനെ ഒരു സാഹചര്യത്തിനെയാണ് ചോദ്യം ചെയ്യുന്നത്. അങ്ങനെ ഒരു സാഹചര്യം അവിടെ ഉണ്ടായതിനെ അതിനെയാണ് ചോദ്യം ചെയ്യപ്പെടേണ്ടത്. ആ പിതാവ് എന്തോ വൈരാഗ്യം വെച്ചുകൊണ്ടെന്ന് ഞാൻ പറയൂ. താമരശ്ശേരിയിലെ സാധാരണക്കാർക്ക് കിട്ടേണ്ട സേവനം ഇല്ലാതാക്കാൻ വേണ്ടി മാത്രമാണ് ആ പ്രവർത്തനം. ശ്രീ അരവിന്ദ്, ഒരു കാര്യം കൂടെ, ഇപ്പോൾ ഇയാൾക്കൊരു വൈരാഗ്യം ഉണ്ടാകാനാണെങ്കിൽ അയാൾ തേടിപ്പോയത് അവിടുത്തെ ഒരു സൂപ്രണ്ടിനെയായിരുന്നു. പക്ഷെ കയ്യിൽ കിട്ടിയ ഡോക്ടറെയാണ് അയാൾ ആക്രമിച്ചത്. അപ്പോൾ പൂർവ്വ വൈരാഗ്യത്തോടുകൂടെ വരികയാണെങ്കിൽ അയാൾ തീർച്ചയായും സൂപ്രണ്ടിനെ കണ്ടെത്തുക തന്നെ ചെയ്യും. അല്ല, കട്ടവനെ കണ്ടില്ല, കണ്ടവനെ പിടിക്കുക. സൂപ്രണ്ട് എന്ത് വെച്ചു? സൂപ്രണ്ട് എന്താ പോലെ തന്നെ അവിടെ അമീബിക് മസ്തിഷ്ക ജ്വരം എന്തുകൊണ്ട് മറ്റുള്ളവർക്ക് വന്നില്ല എന്നുള്ളതിന്റെ ഉത്തരം തന്നെയാണ് ഇതും. എങ്ങനെയാ മറ്റുള്ളവർക്ക് വന്നിട്ടില്ല രോഗം, വേറെ ആർക്കും വന്നില്ല. അതുകൊണ്ട് സൂപ്രണ്ട് എന്ത് പേച്ചു? സൂപ്രണ്ട് തലയ്ക്ക് വെട്ടിയിട്ടോ കാലിന് വെട്ടിയിട്ടോ കാര്യമുണ്ടോ? ശരി, വളരെയധികം നന്ദി ശ്രീ അരവിന്ദൻ പ്രതികരിച്ചതിൽ. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.